പൗരന്മാർക്ക് വിസയില്ല എന്ന് ഇന്ത്യ തീരുമാനമെടുക്കുന്നു. മാത്രവുമല്ല എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും ഇന്ത്യ വിടണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇന്ത്യ എത്തുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും കൊട്ടിയടയ്ക്കുന്നു ഇന്ത്യ ഈ ക്രൂര കൃത്യത്തിന് മുന്നിൽ എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിർത്തികൾ അടയ്ക്കാനുള്ള തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. കിരൺ ബാബു, വിസ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പാക് പൗരന്മാർക്കുള്ള വിസ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിർത്തികൾ അടയ്ക്കുന്നു. ഇന്ത്യയിലുള്ള പാകിസ്ഥാനികൾ നാട് വിടണം എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നടപടികൾ കടുപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാനുമായി എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു ഈ ക്രൂരകൃത്യത്തിൽ ഇന്ത്യ എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതെ, അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനത്തിലേക്കാണ് ഇന്ത്യ നീങ്ങിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനുമേൽ അതിശക്തമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇന്ത്യ അട്ടാരി അതിർത്തി അടച്ചു, വാഗ അതിർത്തി ഇന്ത്യ അടയ്ക്കുകയാണ്. പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി, യാത്രാ വിലക്കടക്കം നിലവിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർക്കടക്കം അടിയന്തരമായി തിരിച്ചു പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അടിയന്തരമായി ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്ക് പാകിസ്ഥാന് വഴങ്ങേണ്ടി വരും. സ്വാഭാവികമായും ഈ ഭീകരർക്ക് പാകിസ്ഥാനിലെ ഏതെങ്കിലും സംഘടനകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്കൊക്കെ ഇന്ത്യ എന്താണ് ആവശ്യപ്പെടുന്നത്, അത്തരമൊരു നീക്കത്തിലേക്ക് വളരെ തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ് ഇന്ത്യ നടത്തിയിരുന്നത്. ലോകമാകമാനമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആക്രമണം, പാകിസ്ഥാന്റെ ഏതെങ്കിലും പ്രദേശത്ത് ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ POKയിലെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുകയോ ചെയ്യുകയായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിശക്തമായ നടപടിയിലേക്കാണ് ഇന്ത്യ സർക്കാർ നീങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗം ചേർന്നാണ് ഈ സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യ വിടണമെന്ന് ഇന്ത്യ ഉടൻ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യ വിടണം. പാക് ഡിപ്ലോമാറ്റ്സിനെ ഒരാഴ്ചത്തെ സമയമാണ് ഇന്ത്യ വിടാൻ അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ ചർച്ചയുടെ അല്ലെങ്കിൽ പാകിസ്ഥാന് വഴങ്ങാനുള്ള ഇന്ത്യൻ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു സമയം കൂടി പാകിസ്ഥാന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ശക്തമായ നിലപാട് അല്ലെങ്കിൽ ഏറ്റവും കടുത്ത സമ്മർദ്ദം എന്ന് പറയുന്നത് പാകിസ്ഥാനെ ശരിക്കും വെട്ടിലാക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് നദീജല കരാർ സസ്പെൻഡ് ചെയ്തതാണ്. ഇങ്ങനെ സിന്ധു നദീജല കരാർ എത്രയോ കാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും ഒഴുകുന്ന നദിയാണ് എന്നതുകൂടി ആലോചിക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൊന്നുകൂടിയാണ് സിന്ധു നദി എന്നതുകൂടി ആലോചിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇന്ത്യ ആ നദീജല കരാർ റദ്ദാക്കുക എന്ന് പറയുമ്പോൾ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന് പെട്ടെന്ന് തന്നെ വഴങ്ങേണ്ടി വരും. പാക് പ്രതിരോധ ഉദ്യോഗസ്ഥർ, ഇന്ത്യയിലുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്തായാലും പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കില്ല. SVES വിസയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ നാട് വിടണം എന്ന് പറയുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു. കടുത്ത നടപടികൾ എടുത്തിരിക്കുന്നു. പഹൽഗാമിലെ ക്രൂരതയ്ക്ക്, രക്തത്തിന് ഇന്ത്യ പകരം ചോദിക്കുന്നു പാകിസ്ഥാനോട് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കടുത്ത നടപടികളിലേക്ക് പോകുന്നു. നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു ഇന്ത്യ. ഇപ്പോൾ നമുക്കൊപ്പം കേണൽ ഡിന്നി കൂടി ചേരുകയാണ്. കേണൽ ഡിന്നി, നമ്മൾ പാകിസ്ഥാനുമായി നിരന്തരം ഉള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാലങ്ങളുണ്ട്. യുദ്ധത്തിൽ അത് അവസാനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള കടുത്ത നടപടികളിലേക്കാണോ ഇന്ത്യ നീങ്ങുന്നത്? എല്ലാ വിധത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു, അതിർത്തി അടയ്ക്കുന്നു, ഈ നദീജല കരാർ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ തീരുമാനങ്ങളെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കടുത്ത നടപടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സിന്ധു നദീ കരാർ എന്ന് പറയുന്നത് 1960 തൊട്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ പല യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരിക്കൽ പോലും അതിനെ സസ്പെൻഡ് ചെയ്ത് ഒരു ചരിത്രമില്ല. അത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വെള്ളമില്ല എന്നുള്ള രീതി തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു എഫക്ട് എത്രമാത്രം ആയിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം അവർക്ക് ഈ 3 നദികൾ, ഇൻഡസ്, ജേലം, ചെനാബ്, ഈ 3 നദികളിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നുള്ള വെള്ളവും അവരുടെ കൃഷിക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളം കിട്ടുന്നത്. അപ്പൊ ഇത് നിർത്തിക്കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ ദയനീയ അവസ്ഥയായിരിക്കും. അവിടെ അവരെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അത് വളരെ ശക്തമായിട്ടൊരു നടപടിയാണ്. കാരണം ഇത്രയും നമ്മളെ രാജ്യത്തെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു രാജ്യം, പ്രത്യേകിച്ച് അവിടുത്തെ പാകിസ്ഥാൻ സൈന്യം,
അവർക്ക് അവരുടെ ആളുകളിൽ നിന്ന് തിരിച്ചടി കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു നടപടി തന്നെയാണ് ഇത്. കാരണം അവിടെ ജനരോക്ഷം വരും 100%. എന്തിനാണ് അവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഭാരതത്തിൽ വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് എന്നുള്ള രീതിയിലേക്ക് വരും. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ബാക്കിയുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതും അട്ടാരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കാണുന്നത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നടപടിയാണ്. ഞാൻ പറഞ്ഞ പോലെ യുദ്ധത്തിൽ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം ഈ പഹൽഗാമിലെ ഈ ഭീകരവാദി അറ്റാക്ക് ചെയ്ത ആ ഒരു ടെറർ അറ്റാക്കിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നോൺ സൈനിക നടപടികളാണ്, അതായത് സൈനികം അല്ലാത്ത നടപടിയാണ്. ഇത് കഴിഞ്ഞ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടിയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതും വരും എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? സൈനിക നടപടി വേണം എന്ന ഒരു മുറവിൽ നമ്മൾ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ നോക്കിയാൽ വലിയ രീതിയിലുള്ള വികാരം ഈ പഹൽഗാം ആക്രമണത്തിനെതിരെ രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. തിരിച്ചടി വേണമെന്ന മുറവിളി തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു സൈനിക നടപടിക്കപ്പുറം ഇപ്പോൾ നയതന്ത്ര തലത്തിൽ എല്ലാ വിധത്തിലും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു, സാധ്യമായ എല്ലാ രീതിയിലും തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വേണമോ നമ്മളിപ്പോൾ കാണാൻ? അത് സൈനിക നടപടികളെക്കാൾ കരുത്തുറ്റതാണ് എന്ന് താങ്കൾ കരുതുന്നോ? പഹൽഗാം ആക്രമണത്തിന് മതിയായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിട്ടുള്ളതെന്ന് കരുതാമോ? അതോ ഇതിനും അപ്പുറം ഒരു സൈനിക നടപടി ആയാൽ കൂടി മാത്രമേ അത് പൂർത്തിയാകുള്ളൂ എന്നതാണോ താങ്കളുടെ അഭിപ്രായം? അങ്ങ് ലാസ്റ്റ് പറഞ്ഞതാണ് ഞാൻ അതിനകത്താണ് യോജിക്കുന്നത്. ഭാരതത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ചു, ഭാരതത്തിന്റെ അണ്ടർ കമാൻഡുള്ള സർവശക്തിയും ഉപയോഗിച്ചിട്ടായിരിക്കും തിരിച്ചടിക്കാൻ പോകുന്നത്. വെറും സൈനിക ശക്തിയോ അല്ലെങ്കിൽ നയതന്ത്ര ശക്തിയോ മാത്രമല്ല, ഭാരതത്തിന്റെ അവൈലബിൾ ആയിട്ടുള്ള സർവ്വശക്തിയും ഉപയോഗിച്ചായിരിക്കും തിരിച്ചടിക്കുന്നത്. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പൗരന്മാരുടെ വിശ്വാസത്തിലാണ് അവര് ഈ ആഘാതം തന്നത്. അതായത് മതത്തിന്റെ പേരിൽ മതത്തിനെ നോക്കി തിരിഞ്ഞ് വധിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഭാരതത്തിന്റെ ആത്മാവിൽ ഏൽക്കുന്ന ഒരു മുറിവാണത്. നമ്മളൊരു വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെയ്യും. ഇപ്പൊ നമ്മൾ കണ്ടത് നയതന്ത്രവും മറ്റു രീതിയിലുള്ള ഇപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റിയൊക്കെ ആണെങ്കിൽ തന്നെയും ഇനി വരാൻ പോകുന്നത് ഞാൻ കാണുന്നത് ഡെഫിനറ്റ് ആയിട്ട് ഇതിനൊരു സൈനിക മറുപടിയും കൂടെ അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ചെയ്യും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അത് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു പൂർണ്ണത വരും എന്നും കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി കേണൽ ഡിനി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കടുത്ത നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇന്ത്യ പാക് പൗരന്മാർക്ക് നൽകിയ വിസ മരവിപ്പിക്കുന്നു, ഇവിടെ ഉള്ള പൗരന്മാരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു, നയതന്ത്ര തലത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു, അതിർത്തി അടയ്ക്കുന്നു, ഒടുവിൽ ഈ നദീജല കരാർ മരവിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് വരെ ഇന്ത്യ എത്തുന്നു. പഹൽഗാം ആക്രമണത്തിന് കനത്ത മറുപടി തന്നെയാണോ ഇന്ത്യ നൽകിയിരുന്നത്? തീർച്ചയായിട്ടും യുദ്ധം